ഹലോ എവരിവൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് റിയാക്ഷൻ മെക്കാനിസം. അതിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഹൈപ്പർ കോൺജുഗേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ ഒക്കെ ഡീൽ ചെയ്യുന്ന മെയിൻലി എന്താ ഹൈപ്പർ കോൺജുഗേഷൻ വഴിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു ക്വസ്റ്റൻ നോക്കി, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡബിൾ ബോണ്ട് എന്തായാലും പൊട്ടിക്കണം അല്ലേ. ആ ബോണ്ട് എന്തായാലും പൊട്ടിക്കണം. ആ ബോണ്ട് പൊട്ടിക്കുന്ന മുമ്പ് നിങ്ങൾ നോക്കിക്കേ എച്ച് ബി ആറിനകത്ത് നിങ്ങൾ നോക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ആരാ എച്ച് പ്ലസും ബി ആർ മൈനസും. എച്ച് പ്ലസും ബി ആർ മൈനസും മനസ്സിലാണല്ലോ. അപ്പോൾ റിയാക്ഷൻ മെക്കാനിസം അനുസരിച്ച് ഈ ബോണ്ട് നിങ്ങൾ പൊട്ടിക്കുന്ന എവിടെ എങ്ങോട്ടാണ് അതെന്ന് വെച്ചാൽ ആ ഷിഫ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് നിങ്ങൾ ഷിഫ്റ്റ് ആക്കുന്നത് എങ്ങോട്ടായിരിക്കണം? കാരണം ഇത് ഇങ്ങോട്ടായിരിക്കണം. ആ ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കണം നിങ്ങൾ. കാരണം അത് അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയാൽ മാത്രമേ എന്ത് ഇവിടെ പ്ലസ് വരത്തുള്ളൂ. അവിടെ നോക്കി 1 2 3 അത് ഓൾറെഡി എന്താണ് ഒരു ടേർഷറി ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ആ ടേർഷറി ഗ്രൂപ്പിൽ പോസിറ്റീവ് വരുന്നതാണ് ഒന്നും കൂടി മോർ സ്റ്റേബിൾ. ടേർഷറി കാർബോഹൈഡ്രേറ്റ് ഈസ് മോർ സ്റ്റേബിൾ. അപ്പോൾ നോക്കി അപ്പോൾ ഈ മൈനസിലേക്ക് ആര് വന്നു? ഇവിടെ എച്ച് പ്ലസ് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഷിഫ്റ്റ് ആക്കുമ്പം ആ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കുമ്പോൾ എന്താ അവിടെ മൈനസ് വന്നു. ആ മൈനസിലേക്ക് നമുക്ക് എന്ത് വന്നു? എച്ച് ബി ആറിൻ്റെ എച്ച് പ്ലസും വന്നു. അപ്പോൾ ബാക്കി ഇപ്പോൾ റിമൈനിങ് എന്താ നോക്കി? ബാക്കി ഇപ്പോൾ റിമൈനിങ് എന്ന് വെച്ചാൽ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ ഇപ്പോൾ എന്ത് വന്നു? ഇവിടെ ഇപ്പോൾ പ്ലസ് വന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ പ്ലസ് വന്നു. എന്നിട്ട് ഇവിടെ എന്താ ഈ മൈനസിലേക്ക് എന്ത് വന്നു? നമ്മൾ എച്ച് വന്നു. അതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെന്താ അത് ഓൾറെഡി എന്താ ബോണ്ട് ലൈൻ സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ആ മൈനസിലേക്ക് എന്ത് വന്നു? എച്ച് പ്ലസും വന്നു. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കിയേ ഇവിടെ ഇതിപ്പം ടേർഷ്യറി കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നോക്കി ഇതിൻ്റെ അഡ്ജസൻറ്റ് കാർബൺ നോക്കി ഇവിടെ ഇത് ആൽഫ അല്ലേ, ഇതും ആൽഫ അല്ലേ, ഇതും ആൽഫ അല്ലേ അല്ലേ. അപ്പം നോക്കിക്കേ ഈ പോസിറ്റീവിന് ഇപ്പം എത്ര ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്? അപ്പോൾ ഓൾറെഡി 1 2 അവിടെ എന്ത് കൊടുത്താൽ മതി? 3 4 അല്ലേ. ഇവിടെ നോക്കിയേ അടുത്ത് നോക്കിയേ 1 2 3 4 അല്ലേ. 1 2 3 1 2 3 4. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഇവിടെ എത്ര ഉണ്ട്? ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 2 + 2 4 + 1 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. എന്ന് വെച്ചാൽ 5 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ, കാരണം ഇത് ക്വസ്റ്റ്യൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കരമായിട്ട് നിങ്ങൾ ലോജിക്ക് ഇവിടെ കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. നോക്കി ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഹൈഡ്രജനെ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിക്കേ. ആ ഹൈഡ്രജൻ കൊണ്ട് ഷിഫ്റ്റ് ആക്കിക്കേ. ആ ഹൈഡ്രജൻ കൊണ്ട് ഷിഫ്റ്റ് ആക്കുമ്പം ഈ പ്ലസിന് അവിടെ മണ്ടയ്ക്ക് പോകത്തില്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി അപ്പോൾ ബാക്കി റിമൈനിങ് എന്താ? അപ്പോൾ ബാക്കി റിമൈനിങ് എന്ന് വെച്ചാൽ കേട്ടോ ഇപ്പം പ്ലസ് എവിടെ വന്നു നോക്കി. ഇപ്പം പ്ലസ് ഇതാ ഇവിടെ വന്നു അല്ലേ. പ്ലസ് ഇനിയിപ്പോൾ അവിടെ വന്നു. ഈ കാർബൺ വന്നു പ്ലസ്. ഇനി അതിൻ്റെ ഏതൊക്കെയാ ആൽഫ കാർബൺ നോക്കി. അപ്പോൾ ഇവിടെ എച്ചിന് ഓൾറെഡി വന്നു. അപ്പോൾ ബോണസ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കി ഇത് ആൽഫ കാർബൺ ആണ്, ഇത് ആൽഫ കാർബൺ ആണ്, ഇത് ആൽഫ കാർബൺ ആണ് അല്ലേ. അതുകൊണ്ടാ ആൽഫ കാർബൺ. അപ്പോൾ അവിടുത്തെ ആൽഫ ഹൈഡ്രജൻ മാർക്ക് ചെയ്ത് ഏതൊക്കെയാണ് നോക്കിക്കേ. അപ്പോൾ 1 ബാക്കി എത്ര ഉണ്ട്? 2 3 4 അല്ലേ. ഒരു ബോണ്ട് കൂടി വന്നു. അപ്പോൾ ബാക്കി 1 2 3. ഇവിടെ നോക്കിയേ ഒരു ബോണ്ട് കൂടി വന്നു. ബാക്കി റിമൈനിങ് എന്താ? 1 2 3. നോക്കി ഇത് നോക്കി 1 2 3. ഇവിടെ എത്ര? ഒരു എച്ചും കൂടെ ഉണ്ട് അല്ലേ. ഒരു കാർബണിന്റെ ബാലൻസ് കാരണം 4. ഇനി ഇവിടെ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഇപ്പോൾ എത്ര നോക്കിക്കേ. എത്ര ഉണ്ട്? 3 + 3 6 + 1 7 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ 1 2 3 4 7 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ 7 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ കൂടുതലാണെങ്കിൽ ആ സ്ട്രക്ചറാണ് മോർ സ്റ്റേബിൾ അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ അതിന് സ്റ്റെബിലിറ്റി നോക്കണം. അപ്പം കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? ഈ കേസിലാണ്. അപ്പോൾ ഈ സ്ട്രക്ചറാണ് നമ്മൾ ഉടനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? ഇതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ ഇനി ബി ആർ മൈനസ് പോയി അറ്റാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബി ആർ മൈനസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ബാക്കി റിമൈനിങ് എന്ത് വരും നോക്കിക്കേ. അപ്പോൾ ബാക്കി ലാസ്റ്റ് ആൻസർ അപ്പോൾ എന്തായിരിക്കും? ബി ആർ മൈനസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചറിനകത്ത് എവിടെ വരണം ബി ആർ മൈനസ് എന്നറിയോ? ഇവിടെ പോയി വേണം ബി ആർ അറ്റാക്ക് ചെയ്യാൻ. കണ്ടോ, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്താൽ ഇതാണ് ആൻസർ എന്ന്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, കാരണം എന്താ? സ്റ്റെബിലിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അവിടെ ഹൈപ്പർ കോൺജുഗേഷൻ നോക്കണം. അപ്പം ഹൈപ്പർ കോൺജുഗേഷൻ നോക്കാൻ എളുപ്പം വഴി എന്താ? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ നോക്കിയാൽ മതി.
അപ്പോൾ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുതൽ എവിടെ ഈ സ്ട്രക്ചർ ഇവിടെ എച്ച് എന്ന് ഷിഫ്റ്റ് ആക്കും. അവിടെ നമ്മൾ എന്ത് നടത്തി? ഇവിടെ നമ്മൾ ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടത്തി അല്ലേ? ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടത്തിയപ്പം എന്ത് വന്നു? കാർബോഹൈഡ്രേറ്റ് ഇവിടെ പ്ലസ് വന്നു. അവിടെ പ്ലസ് വരുമ്പോൾ എന്താ? ഇവിടെ 3, 3, 6, 1, 7 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എന്താ? ഹൈപ്പർകോൺജുഗേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് Br- അങ്ങോട്ടേക്ക് പറ്റാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരமான ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഇനി വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കെ, താങ്ക് യു.